ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പതിവായി നിങ്ങൾ കാണാറുള്ള കാഴ്ചകളാണ് ഇവയൊക്കെ. മുൻപ് നടത്തിയ പല യാത്രകളിലും ഇവനെ കണ്ടിട്ടുണ്ട്. ഇതേ രൂപത്തിൽ ഇതേ കസർത്തുകളുമായി നമ്മുടെ മുന്നിലൂടെ കൈനീട്ടി നടന്ന ഒരു കൊച്ചുബാലൻ. ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി ഈ കൊച്ചുബാലന് എത്രമാത്രം ജ്ഞാനമുണ്ടാവും എന്നറിയില്ല. ഇത് കാണുന്ന നിങ്ങൾക്കും അതിനെക്കുറിച്ച് ജ്ഞാനമുണ്ടോ എന്നറിയില്ല. അവൻ നിൽക്കുന്നത് ഈ ട്രെയിനിൻ്റെ ടിടിയുടെ അടുത്താണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ജ്ഞാനമുണ്ടാവും എന്നറിയാം. എന്നിരുന്നാലും അദ്ദേഹം ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് എന്തു ചെയ്യാൻ പറ്റും എന്നുപോലും അറിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കൊന്ന് എടുത്തു നോക്കാം. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ്. എന്നിരുന്നാലും കുറച്ചെണ്ണം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 15 റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 23 റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. ഇനി ഇതുകൂടാതെയുള്ള കുറച്ച് ലീഗൽ ഫോംസ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, 1986 ചൈൽഡ് ലേബർ ആക്ട്, 2006 ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, 2012 പോക്സോ. ഈ നിയമങ്ങളിലൂടെയും ഭരണഘടനയുടെ ആർട്ടിക്കിളുകളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് ഇവയിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ? നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവനെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ ഇന്ത്യയിൽ ഇന്നും വിദ്യാഭ്യാസത്തിനും അവരുടെ റൈറ്റുകൾക്ക് പോലും അവകാശമില്ലാതെ ജീവിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിനെ നടുക്കിയ എല്ലാവിധ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെയും കുട്ടിക്കാലം വളരെ മോശമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും ലഭിച്ച് നല്ല കുട്ടികളായി വളരാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്.